മിത്രേ, നിന്നോട് ചോദിച്ചു കേട്ടില്ലേ? നീ ഇങ്ങനെ മിണ്ടാതെ നിൽക്കാതെ വാ തുറന്ന് എന്തെങ്കിലും പറയും. മിത്രേ, നിന്നെ 22 വയസ്സ് വരെ ഞങ്ങളാ വളർത്തിയത്. അന്നൊന്നും നിനക്ക് ഈ കള്ളത്തരം ഇല്ലായിരുന്നു. ഈ കുടുംബത്തിലേക്ക് കയറി ചെന്ന അന്നു മുതല് അവരുടെ കള്ളത്തരം നിനക്കും പകർന്നു. മിത്രേ, മോളെ, ഈ കൃഷ്ണമംഗലം അത് നിന്റെ വീടാ. ഇവിടുന്ന് സ്വർണം മോഷ്ടിച്ചോണ്ട് പോവാൻ നിനക്കൊരു മനസാക്ഷി കുത്തും ഉണ്ടായില്ലേ? അച്യുത, വാക്കുകൾ സൂക്ഷിച്ചു പ്രയോഗിക്കുക. മിണ്ടിപ്പോരുത്. എടോ, തനിക്കൊന്നും എന്നോട് നേരിട്ട് സംസാരിക്കാനുള്ള യാതൊരു യോഗ്യതയില്ല. മിണ്ടാതെ നിന്നോ അവിടെ. ചെറിയച്ച, മതി. ഇത്രയും നേരം പറഞ്ഞതൊക്കെ ഞാൻ ക്ഷമിച്ചു. എന്നെ കുറിച്ച് പറഞ്ഞത് ഞാൻ കേട്ടു നിന്നു. പക്ഷെ ഇനി അങ്കിളിനെയോ അപ്പച്ചിയോ ഈ കുടുംബത്തിലെ ആരെയെങ്കിലുമോ നാണം കെടുത്തുന്നത് പോലെ ഒരു വാക്ക് പോലും പറയാൻ പാടില്ല. ഹോ, നിന്റെ സ്വർണം നിന്നെ കൊണ്ട് പണയം വെപ്പിക്കാൻ നോക്കിയവരാ ഇവര്. അവരെയാണോട് നീ സപ്പോർട്ട് ചെയ്യുന്നേ? ചെറിയച്ച, എന്നെ ആരും നിർബന്ധിച്ചിട്ടില്ല. സ്വർണം പണയം വെക്കാൻ തീരുമാനിച്ചത് ഞാനാ. എന്റെ സ്വന്തം തീരുമാനമാ അത്. മിത്രേ, എന്റെ തീരുമാനം ഇവിടെ ആരും അറിഞ്ഞിട്ട് പോലും ഇല്ല. ഇതൊക്കെ ഞങ്ങളെങ്ങനെ വിശ്വസിക്കും? ചെറിയച്ച വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതാണ് സത്യം. മിത്രേ, നീ എന്തൊക്കെയാ പറയുന്നേ? അപ്പച്ചി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല, സ്വർണം പണയം വെക്കാനുള്ള തീരുമാനം ഞാൻ സ്വന്തമായിട്ട് എടുത്തതാ. മറ്റാർക്കും ഇതിൽ ഒരു പങ്കുമില്ല. ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്ത കാര്യം ഇവിടെ ആർക്കും അറിയത്തുമില്ല. ശരി, നീ സ്വർണം പണയം വെക്കാൻ പോയ കാര്യം ഇവിടെ ആർക്കും അറിയില്ല എന്ന് സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ കളവ് പോയ സ്വർണം നിന്റെ കയ്യിൽ എങ്ങനെ തിരിച്ചു കിട്ടി? അതാണ് കറക്റ്റ് പോയിന്റ്. പറ, ഈ സ്വർണം നിന്റെ കയ്യിൽ എങ്ങനെ എത്തി? മിത്രേ, കളവ് പോയ സ്വർണം തിരിച്ചു കിട്ടിയോ? കളവ് പോയ സ്വർണത്തിൽ പകുതിയും പോലീസുകാർ തിരിച്ചു തന്നു. എന്താ, പോലീസുകാർ പകുതി സ്വർണം തിരിച്ചു തന്നു? എന്നിട്ട് ഞങ്ങളോട് മോളത് പറഞ്ഞില്ലല്ലോ. ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ട് നീ അത് ഞങ്ങളെ അറിയിക്കാത്തത് എന്താ? അതിനും കഥ ഉണ്ടാവും. സ്വർണം നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു.